ടു ദി അനദർ എപ്പിസോഡ് ഓഫ് ഇറ്റ്സ് മീ ഷാലു, നിങ്ങളുടെ സ്വന്തം ഷാലു. 2 ദിവസമായിട്ട് നല്ല മഴയാണല്ലേ. ഇതെന്താ ഇങ്ങനെ? മഴയൊന്ന് പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് വേനൽ തന്നെ ഇഷ്ടം. മഴ വന്നിട്ട് എന്താ തുണി ഉണങ്ങില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല, ഒരു ഒരു മൂടിയായിട്ടുള്ളൊരു നമ്മളെ മൂടും വല്ലാണ്ടങ്ങ് മാറിപ്പോവും അല്ലേ. രാത്രിയൊക്കെ ആണെങ്കിൽ മഴ സൂപ്പറാ, ആ സൗണ്ടൊക്കെ കേട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തെ പോലെ മാവയുടെ തുണി കഴുകി പിന്നെ എടുത്തു. അപ്പൊ പുറത്തിടാൻ പറ്റില്ലല്ലോ, മഴയല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഉള്ളിലിടുന്നത്. പിന്നെ ഇവിടെ അയക്ക് ഫുള്ള് എന്താ പറയാ മണ്ണുണ്ട്, ചെറിയ രീതിയിൽ പൊടിയൊക്കെ പാറിയിട്ട്. പിന്നെ അപ്പൊ ഞാനത് ആദ്യം തുടച്ചെടുത്തിട്ടാണ് തുണി ഇടുന്നത്. പിന്നെ അപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോ പാവയുടെ തുണിയിൽ പറ്റിയായിരുന്നു പൊടി. ഇപ്പൊ അങ്ങനെ തുടച്ചെടുത്തോണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ ഈ നൈറ്റി എനിക്ക് അമ്മയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ടൗണിൽ പോകുന്ന സമയത്ത് 2 നൈറ്റി വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അതിലൊന്നാണിത്. ഇത് എടുത്തപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കളറ് കോമ്പിനേഷനൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഇഷ്ടമായില്ല. ഏട്ടൻ കണ്ടിട്ട് പറഞ്ഞു, എന്നാ ഇത് നിനക്ക് വൃത്തിയില്ല. അപ്പോൾ എനിക്കും വലിയൊരു ഇഷ്ടമായിട്ടില്ല. സാരില്ല, എന്തോ ആവട്ടെ. പിന്നെ ഇത് നമ്മുടെ മുകളിൽ തന്നെയുള്ള കറ്റാർവാഴ ചെടിയാട്ടോ. അത് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇപ്പം കുറച്ചൊരു മെനയിൽ നിൽക്കുന്നുണ്ട്. ഒരു പെട്ടിയാണ്, ആ പെട്ടിയിൽ നട്ടു പിടിപ്പിച്ചതാണ്. പക്ഷെ ഞാൻ ആരും ഇത് യൂസ് ചെയ്യാൻ ചെയ്യലൊന്നുമില്ല. പക്ഷെ അതങ്ങനെ വളരുന്നുണ്ട് അവിടെ. എന്നെ ഒരു കണ്ണ് വെച്ചിട്ടുണ്ട്. മതി, ഇങ്ങനെ അടുത്ത് പോണ്ടെങ്കിൽ. അതാ പൂവൻകോഴി. നിന്റെ തല നനഞ്ഞിട്ടുണ്ടല്ലേ. ജലദോഷം പിടിക്കട്ടെ മോനെ, സ്കൂളാവുമ്പോഴത്തേക്ക് തുറക്കുമ്പോഴത്തേക്ക്. അമ്മക്കും പിടിക്കോട്ടാ. ഈ കോയില്ലേ, ഇതാ കോയിലൊന്നും ഇങ്ങനെ വെള്ള കളറ്. അതായിട്ട് തൂവല് കളർഫുള്ളാ. കളർഫുള്ളാ. ഒന്നിനും കളർഫുള്ളല്ല. മതി വാ. ഈ പിള്ളേർക്ക് എന്തൊക്കെയാ ഡൗട്ട്, എന്നോട് ചോദിക്കുവാണ് പിന്നെ പെടക്കുന്നത് കൊണ്ടാണോ, പെടച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണോ പെടക്കോഴി എന്ന് വിളിക്കുന്നതെന്ന്. അപ്പോൾ അത് അവനത് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് ആ എവിടെയും ക്ലിപ്പിൽ കാണുന്നില്ല. അപ്പോൾ അതാണ് ഞാനത് ഇടാത്തത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം അവൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പെടച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടാണോ പെടക്കോഴി, പൂവുള്ളത് കൊണ്ടാണോ പൂവൻകോഴി എന്നൊക്കെ വല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഞാൻ വേഗം തന്നെ താഴേക്ക് പറഞ്ഞു കേട്ടു. പിന്നെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്തെങ്കിലും തിന്നണം. അപ്പോൾ മാങ്ങ മുറിച്ച് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് മുറിച്ചു കൊടുത്ത്. പിന്നെ വാവക്ക് കുറുക്കാക്കി കൊടുക്കണം. പിന്നെ കുറുക്ക് അമൃതം പൊടിയാണ് ഞാൻ ആക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ചില ടൈമിൽ ഞാൻ മാറ്റി മാറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ അമൃതം ആക്കുന്ന സമയം അത് കണ്ടാൽ കിച്ചുവും പറയും എനിക്കും വേണം. അപ്പൊ പിന്നെ 2 പേർക്കും ആക്കണം. അങ്ങനെ അവൾക്ക് ആദ്യം ആക്കും. കൽക്കണ്ടം ഇട്ടിട്ടാണ് ഞാൻ ആക്കാറ്. വേറെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. പനം കൽക്കണ്ടം നല്ലതാട്ടോ, അതാണ് നല്ലത്. പക്ഷെ ഞാൻ കൽക്കണ്ടാണ് ഉപയോഗിച്ചത്. ഇവിടെ നാട്ടിലെ പനം കൽക്കണ്ടൊന്നും കിട്ടില്ല തോന്നുന്നു. പിന്നെ വെല്ലം ഉപയോഗിക്കുന്നവരും ഉണ്ട്. ഞാൻ പിന്നെ പാലും ഒരു കൽക്കണ്ടവും ഇട്ടിട്ടാണ് വാവക്കായി കൊടുക്കാറ്. അപ്പൊ അത് അവള് ഇഷ്ടമുണ്ടെങ്കിൽ കുടിക്കും, അതൊരു മൂഡ് പോലെയാണ്. പിന്നെ അത് കഴിഞ്ഞ് കിച്ചൂട്ടനാക്കണം. കിച്ചൂട്ടനാകുമ്പോൾ പഞ്ചസാര ഇടും, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇടും. ഇപ്പോൾ ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഉപ്പ് കൂടിയിട്ട് കൊടുക്കും. അപ്പോൾ അവനത് കുടിച്ചോളും. ചെറുപ്പത്തിലെ അമൃതം അവന് ഇഷ്ടമായത് കൊണ്ട് നല്ല എനിക്ക് ഒരു സമാധാനമാണ്. കാരണം എന്താക്കി കൊടുക്കേണ്ടതെന്നൊരു ഡൗട്ടായിരിക്കും. അപ്പൊ അമൃതം ഉള്ളത് കൊണ്ട് പിന്നെ ഒന്നും ചിന്തിക്കണ്ട. ഒന്നെങ്കിൽ ഞാനത് കേക്കാക്കി കൊടുക്കും, പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ കുറുക്കാക്കിയിട്ട് കൊടുത്താൽ അവനത് കുടിച്ചോളും. പിന്നെ ചൂടോടെ കുടിക്കാൻ വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അത് രണ്ടാക്കും പിന്നെ അതാക്കി കൊടുക്കണം. പിന്നെ ഇവിടെ ഇന്ന് ഞായറാഴ്ചയാണ്. പിന്നെ അപ്പോ അമ്മക്ക് ഗ്രാമസഭയുണ്ട്. അച്ഛൻ അങ്ങനെ പോകാറില്ല. പിന്നെ അപ്പൊ അതുകൊണ്ട് വാവേനെ അച്ഛൻ എടുത്തിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അമ്മയാണ് ഗ്രാമസഭക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി എനിക്കാണ്. അപ്പൊ ഇവർക്ക് രണ്ടാക്കി ഇതാക്കി കൊടുത്തിട്ട് വേണം പിന്നെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളാക്കാൻ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ആസ്വദിച്ചിട്ടാണ് പണിയെടുക്കുന്നത്. എന്താന്നറിയില്ല, പിറ്റേ ദിവസം അതായത് ഞായറാഴ്ചയാണ് ഇത് വീഡിയോ. തിങ്കളാഴ്ച ആകുമ്പോഴേക്ക് ഞാനിങ്ങ് വരുവാണ്, ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എന്തൊക്കെയോ ഒരു ഫീലാണ്. പിന്നെ സങ്കടമുണ്ട്, നല്ല സങ്കടമുണ്ട്. ഒരു മാസത്തോളം 1.5 മാസത്തോളം അങ്ങനെ ഞാൻ അവിടെ നിന്നു. അപ്പോൾ അല്ലാണ്ട് എനിക്ക് എല്ലാവരെയും മിസ് ചെയ്യും. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ പാറയിൽ പോയി ഇരിക്കുന്നതും അവിടുത്തെ കാഴ്ചകൾ എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യും. പിന്നെ കിച്ചൂടനെ അവന്റെ ജുക്രു ഇപ്പൊ കളിക്കുന്നതാണ്. പിന്നെ അച്ഛനും അമ്മമ്മക്കും വാവേനെയും കിച്ചുവിനെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പരസ്പരം എല്ലാം മിസ് ചെയ്യും. അപ്പൊ എനിക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് വീട്ടിലേക്ക് പോകുന്നതിന്റെ. 2 ദിവസം എടുക്കും എന്തായാലും അവിടെ പോയിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. എങ്ങനെയാവുന്നൊന്നും എനിക്കറിയത്തില്ല.
അപ്പോൾ പുറത്ത് വന്നിട്ടാണ് കേട്ടോ നമ്മൾ എന്ത് പച്ചക്കറി ആയാലും പുറത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ടാണ് മുറിക്കുക. അതൊരു വേറെ തന്നെ ഒരു വൈബാണ്. അപ്പോൾ ചീരയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചീര പിന്നെ മുറിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആരോ വന്നു. അപ്പോൾ ഞാനത് എടുത്തിട്ട് പിന്നെ പിന്നെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ചീരയൊക്കെ മുറിച്ച് ചീര വറവാക്കണം. അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്നു പരിപ്പ് കറി വെക്കാന്ന്. വേറെ ഇപ്പോൾ മീനൊന്നും കിട്ടുന്നില്ല. പിന്നെ അങ്ങോട്ടത്തേക്ക് ഉച്ചയ്ക്ക് ആവും. ഞായറാഴ്ച ആവും പ്രത്യേകിച്ച് മീനൊന്നും വരില്ല. എന്താ ചെയ്യാ. അതുകൊണ്ട് പിന്നെ മീൻ ഇല്ലാത്തതുകൊണ്ട് പരിപ്പും വെള്ളരിക്കും അങ്ങനെ നിങ്ങൾ വെക്കാന്നാ വിചാരിച്ചത്. അപ്പോൾ കിച്ചൂട്ടന് പിന്നെയും വിശന്നു. കിച്ചുവിന് TV കണ്ടെടുക്കും. ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അച്ഛനും പറഞ്ഞു എനിക്ക് വിശക്കുന്നു പറഞ്ഞു. അപ്പോൾ പഴുത്ത ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ടതാണത്. നല്ല ടേസ്റ്റ് ആട്ടോ. അത് കളറ് നല്ല കളറല്ലേ. അപ്പോൾ ആ കളർ പോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് അത്. ഞാൻ പറഞ്ഞില്ലേ മുന്നത്തെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ ചക്ക തിന്നാൻ വേണ്ടിയിട്ട് ടെൻഷനില്ല. അതായത് പേടിയില്ല. അല്ലെങ്കിൽ പഴഞ്ചക്ക തിന്നാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. തൊണ്ടക്ക് ആവോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇതങ്ങനെ നല്ല ടേസ്റ്റുമാണ്. കിച്ചൂട്ടനും തിന്നോളും. അപ്പോൾ ചീര മുറിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചീര ഞാൻ വേഗം പിന്നെ ആക്കുവാണ്. പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി. പിന്നെ ചിലവർ എന്താ കടുക് വറുത്തിടും. പിന്നെ മഞ്ഞപ്പൊടിയൊക്കെ ഇടും. ഞാൻ അങ്ങനെ ഇടാറില്ല കേട്ടോ. അത് പിന്നെ ഉപ്പിട്ട് പിന്നെ വെളുത്തുള്ളി വറുത്തിടും. അത്രയാണ് ചെയ്യുന്നത്. വെളുത്തുള്ളി പിന്നെ തേങ്ങ ഇട്ടിട്ട് പിന്നെ ആദ്യം പിന്നെ ഒന്ന് ഇളക്കി വെച്ചിട്ട് അത് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ വെളുത്തുള്ളി വറുത്തിടുകയാണ് ചെയ്യാറ്. അധികം വലിയ മിനുക്ക് പരിപാടികളൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള ചീര വറവ് അങ്ങനെയാണ് ആക്കാറ്. എനിക്കതൊക്കെയാണ് ഇഷ്ടം സത്യം പറഞ്ഞാൽ. പിന്നെന്താ വേറെ വിശേഷം? എപ്പോഴത്തെ വീഡിയോയിൽ പിന്നെ പറയണം ഞാൻ വിചാരിക്കും. അപ്പോൾ ആദ്യം മുതലേ എന്നെ സപ്പോർട്ട് ചെയ്ത് ചാനൽ തുടങ്ങിയിട്ട് അത്രയേ ആയിട്ടുള്ളൂ. അത്രേ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരല്ല, കുറച്ച് പേര്. കാരണം 60 സബ്സ്ക്രൈബറല്ലേ ഇപ്പോൾ ആയിട്ടുള്ളൂ. ഇനി കൂടിക്കൂടി വരും, എനിക്ക് പ്രതീക്ഷയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വന്ന നമ്മുടെ ഫാമിലിയിലേക്ക് നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്ക് സ്വാഗതം. ഒരു പ്രത്യേക താങ്ക്സും ഉണ്ട്. ഇനിയും എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കാണാം. അപ്പോൾ ഇത്രയാണ് സബ്സ്ക്രൈബേഴ്സിന് അവരോട് പറയാനുള്ളത്. പുറത്ത് അടുപ്പത്ത് നിന്നാണ് കേട്ടോ പിന്നെ ചോറ് വെക്കുന്നത്. അപ്പോൾ ചോറായിട്ടുണ്ട്. നേരത്തെ രാവിലെ അമ്മ പോകുന്നതിന് മുന്നേ അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നോട് ഒന്നൊന്ന് അടുപ്പ് കത്തിക്കണം, അതുപോലെ ഒന്ന് ഇളക്കി വെക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ചോറിന്റെ പരിപാടി അവിടെ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കുറേ നാളായി ഞാൻ ഇവിടുത്തെ ചോറ് വാർത്തിട്ട്. പിന്നെ അപ്പോൾ ഞാനത് വാർക്കുന്നിട്ട് അച്ഛൻ വന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ വാർത്ത് തരണോന്ന്. കാരണം പിന്നെ ഇവിടെ സാധാ എന്താ പറയാ അലുമിനിയം തന്നെയല്ലേ പറയാ, അതിന്റെ അടുപ്പ് വെച്ചിട്ടാണ് വാർക്കുക. പക്ഷെ എൻ്റെ വീട്ടിലെ എവിടെയാന്ന് വെച്ചാൽ മരത്തിന്റെ സംഭവം ഉണ്ടാവുമല്ലോ, മരത്തിന്റെ എന്നാലും പറയാ അടിച്ചീറ്റി എന്ത് പറയാനുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് വാർക്കുക. അതാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ നമ്മുടെ കലം അങ്ങനെ ഇങ്ങനെയൊക്കെ ചപ്പിളിപ്പിക്കിളി ആയിട്ട് പിന്നെ ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വെക്കുന്നത് രണ്ടും കൂടി സെറ്റ് ആവില്ല. ചെറിയ ഹോളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് വെള്ളം വീഴാതെ ശ്രദ്ധിച്ച് വേണം വാർക്കേണ്ടിക്ക്. മുന്നേക്ക് ഞാൻ എക്സ്പേർട്ട് ആയിരുന്നു. കാരണം എപ്പോഴും വെച്ച് എനിക്കൊരു ഐഡിയ കിട്ടി, ഒരു നാക്ക് ഉണ്ട്. പക്ഷെ ഇപ്പം കുറേ ആയല്ലോ നമ്മൾ ഈ അടുക്കള കയറിയിട്ട് ഈ വീട്ടില് പരിപാടി നടത്തിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എൻ്റെ കൈയിൽ നിന്ന് വീഴുവോ എന്നൊക്കെ വിചാരിച്ച് ശ്രദ്ധിച്ചിട്ട് ആക്കിയത്. വലിയ പ്രശ്നമില്ല. പിന്നെ അതിനിടയിൽ അച്ഛൻ വന്നിട്ട് ദിശ മാറിപ്പോയിന്ന്, അങ്ങോട്ടേക്കല്ല ഇങ്ങോട്ടേക്ക്. ഞാൻ പറഞ്ഞു ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കഞ്ഞിക്കലം തിരിച്ച് ഇപ്പുറത്തോട്ട് ഏത് ദിശയിലേക്കാണോ വേണ്ടത് ആ ദിശയിലേക്ക് ആക്കിയ പോരെ, ആദ്യം തന്നെ ദിശ മാറ്റി വെക്കണോ? സത്യം പറഞ്ഞാൽ എന്തൊക്കെയാലേ പണ്ടുള്ളവർ അങ്ങനെ വെക്കറ് ഇങ്ങനെ വെക്കറ്. ഞാനെന്നിട്ട് പിന്നെ പറഞ്ഞതുപോലെ കേട്ടു. ദിശ ശരിക്കും തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പേരിൽ വേറെ പ്രശ്നം ഉണ്ടാവണ്ട. അങ്ങനെ വെള്ളരിക്ക പരിപ്പും കൂടി വെക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ പിന്നെ പരിപ്പ് എടുത്തിട്ട് വെള്ളരി മുറിച്ചിട്ട് കഴുകണം. എനിക്ക് കഴുകിയാലും ഒന്നും തൃപ്തിയാവില്ല. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കുറേ പിന്നെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം കഴുകും, പിന്നെ വൃത്തിയായില്ലേ എന്ന് തോന്നിയിട്ട്. അപ്പോൾ അത് കഴുകിയിട്ട് പിന്നെ സാധാ ഒരു ചെറിയൊരു പരിപ്പ് മോളീഷനാണ് കേട്ടോ. പിന്നെ പറങ്കിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ടുള്ള, തേങ്ങ ഇടുന്നില്ല, തേങ്ങ അരച്ചിട്ടൊന്നും വെക്കുന്നില്ല. അതിനേക്കാൾ എല്ലാവർക്കും ഇഷ്ടം
ഇങ്ങനെ പരിപ്പും മൂളീഷും പോലെ വെക്കുന്നതാണ്. പിന്നെ അഥവാ കറി എത്തിയില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ അഥവാ മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആക്കും. ഇത് പിന്നെ ഉച്ചത്തേക്ക് തിരക്ക് പിടിച്ചിട്ടാക്കും. ഇപ്പൊ തന്നെ 12:30 ആയിട്ടുണ്ട്. അപ്പൊ അമ്മക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല, ഗ്രാമസഭയുടെ കാര്യം അമ്മക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അപ്പൊ ചീര മുറിച്ചിടാൻ വേണ്ടി അത് എടുത്തു വെച്ചപ്പോഴാണ്, പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ കേട്ടോ സ്കൂള്. അപ്പൊ സ്കൂളിൽ നിന്ന് തന്നെയാണ് ഗ്രാമസഭ വെക്കാറ്. അപ്പൊ അതിന്റെ സൗണ്ട് കേട്ടിട്ട് അയ്യോ ഗ്രാമസഭ എന്നും പറഞ്ഞിട്ട് ഓടിയതാ. അപ്പോഴാണ് ബാക്കി ഞാൻ പരിപാടി ചെയ്തത്. പിന്നെ അതിനിടയിൽ കിച്ചൂട്ടൻ എന്തോ തിന്നുന്നുണ്ട്, എന്താ പത്തിരി എങ്ങാനാ തോന്നുന്നു. അപ്പൊ അത് എനിക്ക് കൊണ്ടു തന്നിട്ട് അവൻ എന്താ പറയുന്നറിയോ, ഞാൻ ചെയ്തൊരു റീല്, അതായത് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റില്, പിന്നെ എന്താ ഹുവാമായി ഹുവാമായി ആ റീല് ഇവന് ഇങ്ങനെ ഡയലോഗ് പറയാ. അപ്പൊ ഞാൻ കേട്ട് ഞെട്ടിപ്പോയി. ഇവൻ ഇത് എന്നെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവന് എന്റെ കളിയൊക്കെ കണ്ടിട്ട് ഇവനും വയ്യ യൂട്യൂബറിന്റെ കളിയൊക്കെ കളിക്കോ ദൈവം എനിക്കറിയത്തില്ല. പിന്നെ ഇവൻ ഇതൊക്കെ വന്നിട്ട് എന്നെ ഇങ്ങ് ട്രോളും. എന്നെ ട്രോളാൻ പുറമെ ആരും വേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവൻ തന്നെ വന്നിട്ട് എല്ലാം സെറ്റ് ആയിക്കോളും. അങ്ങനെ ചോറായി, പരിപ്പ് കറിയായി, പിന്നെ ചീര വറവ്, പിന്നെ അമ്മ വന്നിട്ട് മുട്ട വറവാക്കിയിട്ടുണ്ട്. പിന്നെ അത് കാണുന്ന നാരങ്ങ അച്ചാറാണ്. ഇത് കണ്ടോ, ഇപ്പൊ ഒരു വലിയ സംഭവം ഉണ്ടായി. അതായത് ഈ ചോറൊക്കെ തിന്ന് നമ്മള് പാത്രമൊക്കെ കഴുകിയിട്ട് പോയപ്പോ നല്ല മഴ, കാറ്റും മഴ ഉണ്ടായി. അപ്പൊ നമ്മൾ അടുക്കളയിൽ നിന്ന് ജസ്റ്റ് മാറി നിന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് അപ്പുറത്തെ വീട്ടിലെ തെങ്ങ് കടപുഴകി, അങ്ങനെയല്ലേ പറയാ. പിന്നെ തെങ്ങ് പിന്നെ പൊരിഞ്ഞു വീണു. അടിയന്നീ പൊരിഞ്ഞു വീണു. ജസ്റ്റ് നമ്മുടെ വർക്ക് ഏരിയ, പിന്നെ ഞാലി പറയില്ലേ, അവിടത്തേക്ക് ഒരു തലനാരിഴക്കാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അത് ഞാലിയിലേക്ക് വീട്ടിട്ടുണ്ടെങ്കിൽ മൊത്തം കൊളായിട്ടുണ്ടാവുമായിരുന്നു. എന്തോ ഭാഗ്യത്തിനാണ് അത് പുറത്തേക്ക് വീണത്. എന്റെ പൊന്നെ, എനിക്ക് സൗണ്ട് കേട്ടിട്ട് നമ്മളെല്ലാരും ഓടി നോക്കിയതാ. സത്യം പറഞ്ഞതാ കണ്ടോ, നല്ല മഴയൊക്കെ പെയ്ത്, മഴ പെയ്ത് കഴിഞ്ഞ പാട് ഇങ്ങനെ ഉണ്ടാവും. പാറയിലൊക്കെ വെള്ളം കയറണമെങ്കിൽ എത്ര പോലെ മഴ പെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഉച്ചക്കത്തെ പരക്കും പാച്ചിലും കഴിഞ്ഞ്, ഫുഡ് ഉണ്ടാക്കലും കഴിഞ്ഞ്, ഫുഡ് അടിയും കഴിഞ്ഞു, വലിയൊരു മഴയും കഴിഞ്ഞ്, വലിയൊരു തെങ്ങും വീണു. അയ്യോ, തലനാരിഴക്കാൻ സത്യം പറഞ്ഞാൽ രക്ഷപ്പെട്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബും ചെയ്യാം കേട്ടോ. ടാറ്റ.